പീഡാനുഭവ സ്മരണ പുതുക്കി ഇന്ന് ദുഃഖവെള്ളി. രാവിലെ നഗരത്തിൽ വിവിധ കത്തോലിക്ക സഭകൾ സംയുക്തമായി കുരിശിന്റെ വഴി നടത്തും. ഇന്ന് ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങളും ഉണ്ട്. മലയാറ്റൂർ പള്ളിയിൽ നിന്ന് സ്നേഹമോൾ നൈനാൻ ചേരുന്നു വിവരങ്ങളുമായി. സ്നേഹ, ഗുഡ് മോർണിംഗ്. ദുഃഖവെള്ളി ദിനമായി ഇന്ന് പ്രാർത്ഥനാ നിരതരായ വിശ്വാസികൾ മലയാറ്റൂർ കുരിശുമല കയറുന്നത് ഏറെ പ്രസിദ്ധമായ ഒന്നാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് മോത്തി. ഇന്ന് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇത് വിശുദ്ധ വാരത്തിലൂടെയാണ് ക്രൈസ്തവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 50 നോമ്പിന്റെ അവസാനം, അതായത് ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളാണ്. ഏറ്റവും പ്രധാനമായും യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവവും കുരിശുമരണത്തിന്റെയും അനുസ്മരണമാണ്, ഓർമ്മ ദിനമാണെന്നുള്ള ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മലയാറ്റൂരാണ്. മലയാറ്റൂരിന്റെ അടിവാരമാണ്. അപ്പോൾ കുരിശുമല കയറുന്നതിന്റെ 1ാം സ്ഥലത്തിന് അടുത്തായാണ് നിൽക്കുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോൾ മലയാറ്റൂരിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾക്കൊന്നും ഇവിടേക്ക് കടന്നു വരാൻ പറ്റാത്തത്ര വിധം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കുണ്ട്. വലിയ തിരക്കാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഈ വർഷം അല്പം തിരക്ക് കുറവാണ് എന്നാണ്. കഴിഞ്ഞ വർഷം ഇതിനേക്കാളും ഒക്കെ തിരക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കച്ചവടം ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ പറയുന്നത്. ഇങ്ങനെ തിരക്ക് കുറവാണ്. വെയിലായതുകൊണ്ടാണ് ഇപ്പോഴീ തിരക്ക് കുറവ്. വെയിലായതുകൊണ്ടാണ് തിരക്ക് കുറവെന്ന് പറയുന്നു. കഴിഞ്ഞ തവണയൊക്കെ ഇതിലേറെ തിരക്കുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങൾ നൽകുന്നത്. നാളെ ദുഃഖശനിയാണ്, ഞായറാഴ്ച തിരക്ക് കുറയും, ഈസ്റ്ററാണ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ. ഇപ്പൊ ഈ 50 നോമ്പിന്റെ തുടക്കം മുതൽ തന്നെ ആളുകൾ വന്നു. 50 നോമ്പിന്റെ തുടക്കം മുതലേ ആളുണ്ടായിരുന്നു. അത് പോയിട്ട് ഇപ്പോഴും ഈ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും കൃത്യമായിട്ടും ഇവിടെ മലകയറ്റമുണ്ട്. ജൂൺ മാസത്തിൽ മാത്രമേ ഇല്ല. മഴക്കാലം മൃഗങ്ങളൊക്കെ ഇറങ്ങി. മഴക്കാലം ഒഴികെ വർഷത്തിൽ എല്ലാ തവണയും ഇതുപോലെ ആളുകൾ മല കയറാൻ എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. 50 നോമ്പിന്റെ ആരംഭം തൊട്ട് തന്നെ ആളുകൾ ഇവിടേക്ക് എത്തും. പ്രായമായവർ, അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികൾ മുതൽ അങ്ങനെ പ്രായഭേദമന്യേ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ വലിയൊരു തീർത്ഥാടന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മലയാറ്റൂർ എന്നത് യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് ലിഹയുടെ സെന്റ് തോമസിന്റെ കാൽപാദം പതിഞ്ഞ ഒരു സ്ഥലം, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. നിറയെ ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ 50 നോമ്പിന്റെ ആരംഭം മുതൽ തന്നെ ഇവിടേക്ക് മല കയറാൻ രാവും പകലും എന്നൊരു വ്യത്യാസമില്ലാതെ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി വരെയും ആളുകൾ എത്തും. നാളെയും മല കയറാൻ വേണ്ടി ആളുകൾ എത്തും. ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിലാണ് മല കയറാൻ ആളുകൾ എത്താതിരിക്കുക. കാരണം ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് എത്താതിരിക്കുക. നിങ്ങൾ മല കയറിയിട്ട് ഇറങ്ങി വന്നവരാണോ? എപ്പോഴെത്തി ഇവിടെ? രാവിലെ 5:45. എല്ലാ വർഷവും ഇവിടെ വരുന്നവരാണ്. ഞങ്ങള് കുറെ വർഷം കൂടി ആദ്യം വരുന്നു. ഈ തിരക്കൊക്കെ കണ്ടിട്ട് 5 മണിയായപ്പോൾ സ്നേഹമോൾ നൈനാനാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. മലയാറ്റൂർ കുരിശുമല കയറ്റത്തിന്റെ ദിവസമാണ്. പീഡാനുഭവ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ദിവസം. കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ഇത്തവണ ചൂട് കൂടുതലുള്ളത് കൊണ്ട്, കടുപ്പമായതുകൊണ്ടാണ് കുറച്ചെങ്കിലും ആൾത്തിരക്ക് കുറഞ്ഞത്. എന്നാലും കുറവൊന്നുമില്ല, നല്ല തിരക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്നേഹയ്ക്കും ഒപ്പം മലയാറ്റൂർ കുരിശുമല കയറുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദുഃഖവെള്ളി ദിനം കൂടി നേരുകയാണ്.